ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ ഇടയിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ ഈ മെസ്സേജുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഇത് നേരത്തെ തന്നെ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്ത ഒരു മെസ്സേജിന്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് നിങ്ങളുടെ ഇടയിൽ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ദ റലം ഓഫ് റെസ്റ്റ്, ദൈവിക സ്വസ്ഥതയുടെ ആ ഒരു തലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിത് ഒരുപക്ഷെ നിങ്ങൾ മറ്റേ മെസ്സേജ് കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഈ മെസ്സേജ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം കേൾക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിനകത്ത് ദൈവം നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദിസ് ഇസ് ഗോയിങ് ടു ബി എ പ്രോഫറ്റിക്കൽ മീറ്റിംഗ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ സംഭവിക്കും. ഇന്ന് വളരെയധികം ദുഃഖത്തിലായിരിക്കുന്നു, ഒരു പ്രതീക്ഷയും ഇല്ലാതെ തോന്നിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളോട് ദൈവം പറയുമാണ്, നിങ്ങൾ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. ദൈവത്തിന്റെ ആ സ്വസ്ഥതയുടെ തലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവാം. ഞാൻ ഒട്ടും തന്നെ സമയം കളയാതെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. നമുക്ക് നോക്കാം മത്തായി 12:1-2 3 വാക്യം. ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടെ കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നുതുടങ്ങി. പരീശന്മാർ ഇത് കണ്ടിട്ട്, ഇതാ ശബത്തിൽ വിഹിതമല്ലാത്ത നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് ദൈവം തന്ന വാക്യം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന സകല വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി മൂവ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഈ മെസ്സേജ് വലിയ അനുഗ്രഹമായിട്ട് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കറിയാം, ശിഷ്യന്മാർ വിളഭൂമിയിൽ കൂടെ പോകുന്നു, അവർ കതിർ പറിച്ച് കഴിക്കുകയാണ്. ആ സമയത്ത് പരീശന്മാർ ഇവരെ കുറ്റപ്പെടുത്തും. കാരണം ശബത്തിലാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അത് ന്യായപ്രമാണത്തിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ചുരുക്കം പറഞ്ഞാൽ, യേശു കൂടെയുള്ള ശിഷ്യന്മാരും അതുവരെ ബഹുമാനിക്കുന്ന, അതുവരെ ആചരിച്ചു പോരുന്ന ശബത്ത് എന്ന നിയമത്തെ ലംഘിക്കുകയാണ്. അവിടെയാണ് പരീശന്മാർ യേശുവിനോട് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് ഈ ഒരു കുറ്റം പറയുന്നത്. എന്നാൽ യേശു പറഞ്ഞ കാര്യം, ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാർ ശബത്തിനെ ലംഘിക്കുന്നു. ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് ലംഘിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാർ ശബത്തിനെ ലംഘിക്കുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം, പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിൽ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? ഇങ്ങനെ ഒരു കാര്യം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വാക്യം കൂടി ഒന്ന് നോക്കാം. അത് സംഖ്യാപുസ്തകം 28:9-10. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശബത്ത് നാളിൽ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത് 2 ഇടങ്ങഴി മാവും അതിന്റെ പാനീയയാഗവും അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിന്റെ പാനീയയാഗത്തിനും പുറമെ ഇത് ശബത്ത് തോറുമുള്ള ഹോമയാഗം. അതായത് ശബത്തിൽ ഒരു കാര്യം പുരോഹിതന്മാർ ചെയ്യണം. ശബത്തിൽ അവർ ചില കാര്യങ്ങൾ ദേവാലയത്തിൽ വെച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ കുറ്റമില്ലാതെ ഇരിക്കുന്നു. ദൈവം പറഞ്ഞ കാര്യം, യേശു പറഞ്ഞ കാര്യം, അവർ ദേവാലയത്തിൽ വെച്ച് ഇത് ചെയ്യുന്ന കൊണ്ട് അവർക്ക് കുറ്റമില്ല. എന്നാൽ ഇപ്പോൾ ദേവാലയത്തെക്കാളും വലിയവനാണ് അവരുടെ കൂടെ ഉള്ളത്. യേശു പറഞ്ഞ കാര്യം, എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കണം, യേശു ദേവാലയത്തെ റെപ്രസെന്റ് ചെയ്യും. യേശു യഥാർത്ഥ ദേവാലയമാണ്. നമുക്കറിയാം,
നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കും. യേശുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ്. ഇപ്പൊ ഈ ഒരു റെവലേഷനിലോട്ട് ആ സമയത്ത് ആർക്കും അറിയത്തില്ല. പക്ഷെ യേശു പറയുവാണ്, ദേവാലയത്തെക്കാൾ വലിയവനായ യേശുവാണ് ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ ന്യായപ്രമാണം ആപ്ലിക്കബിൾ ആകുന്നില്ല. ന്യായപ്രമാണം ഒരിക്കലും അവരുടെ മേൽ ആപ്ലിക്കബിൾ ആകുന്നില്ല. നമുക്ക് നോക്കുവാണെങ്കിൽ അറിയാം, ദൈവത്തിന്റെ ന്യായപ്രമാണം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വരുവാനിരിക്കുന്ന ചില നല്ല കാര്യങ്ങളുടെ നിഴലായിരുന്നു. വരുവാനിരിക്കുന്ന ചില നല്ല കാര്യങ്ങൾ നിഴലായിരുന്നു ന്യായപ്രമാണം. അതൊരിക്കലും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ യേശു വന്നത് ഇതിനെ പൂർത്തീകരിക്കാനും യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിലൂടെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കടത്തുവാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ശബത്ത് എന്ന് പറയുന്നത് വരാൻ പോകുന്ന സമയത്ത് യേശുവിന്റെ ന്യായപ്രമാണത്തിൽ, അതായത് യേശുവിന്റെ നിയമത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്ന ഒരു പുതിയ നിയമത്തിൽ വെളിപ്പെടേണ്ട ഒരു സ്വസ്ഥതയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാനൊരു വാക്യം വായിക്കാം. എബ്രായർ 4:9-10-11. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നും എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തരത്തിൽ ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. ഇവിടെ പറയുന്ന കാര്യം, നമ്മൾക്ക് വേണ്ടി ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കും. നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥത ശേഷിച്ചിരിക്കും. ഇത് യേശു ക്രിസ്തുവിൽ മാത്രമേ ലഭ്യമാകത്തുള്ളൂ. ന്യായപ്രമാണ സമയത്ത് ദൈവം കാണിച്ച ശബത്ത് എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന യേശു ക്രിസ്തുവിലെ സ്വസ്ഥതയെ സൂചിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിലെ സ്വസ്ഥതയെ അത് വെളിപ്പെടുത്തും. കാരണം യേശു ക്രിസ്തുവിൽ ഒരു സ്വസ്ഥത നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. യേശു ക്രിസ്തു തരുന്ന സ്വസ്ഥത, യേശു തരുന്ന റെസ്റ്റ് ലോകം തരുന്ന പോലെയല്ല. അത് മറ്റൊരു തലമാണ്. ഞാൻ കുറച്ചും കൂടെ കൂട്ടി പറയുവാണെങ്കിൽ അതൊരു സൂപ്പർ നാച്ചുറൽ റലമാണ്. ദൈവത്തിന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ലോകം തരുന്ന സ്വസ്ഥതയല്ല. ആ സ്വസ്ഥതയിൽ നിങ്ങൾ നിന്നാൽ ദുഷ്ടന്റെ ഒരു തന്ത്രങ്ങളും ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ ഒരു പ്രൊട്ടക്ഷനകത്തായിരിക്കും. നിങ്ങൾ നിൽക്കുന്ന അന്തരീക്ഷം വേറെയായിരിക്കും. നിങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യും. പ്രശ്നങ്ങൾ അവിടെ എവിടെയെല്ലാം കാണും, പക്ഷെ നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ സ്വസ്ഥതയിലായിരിക്കും. നോക്കിയൂ, ഉൽപ്പത്തി 2:3 വാക്യങ്ങൾ വായിച്ചറിയാം. അവിടെ ദൈവം തന്റെ സൃഷ്ടി ചെയ്തതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇതാണ് ദൈവം പറഞ്ഞ ശബത്തിന്റെ അടിസ്ഥാനം. ആ ദിവസം ദൈവം വിശ്രമിച്ചു. സകലതിനെയും പൂർത്തീകരിച്ചിട്ട് ദൈവം വിശ്രമിച്ചു. അതുകൊണ്ട് ദൈവം അന്ന് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു സ്വസ്ഥത ഓൾറെഡി ദൈവം റിലീസ് ചെയ്തിരിക്കുക. ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളതെല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി ശേഷിച്ചിട്ടില്ല. ഈ ഒരു റെവലേഷൻ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് വരുവാണ്. യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ. കാരണം ന്യായപ്രമാണ പ്രകാരം ഒരു മനുഷ്യന് ദൈവത്തിന്റെ നീതിയിലേക്ക് വരിക ഇമ്പോസിബിൾ ആണ്. അവൻ ചില അനുഷ്ഠാനങ്ങളിൽ കൂടെ ചില ലോസിലൂടെ കടന്നു പോകും. പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടത് പറ്റത്തില്ല. പക്ഷെ യേശു ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സകലതും നിവൃത്തിയായി. സകലതും നിവൃത്തി. ഇത് ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുക. സകലതും നിവൃത്തിയായി. ഇനി നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി ശേഷിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യേശു ചെയ്ത ഈ പൂർത്തീകരണ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തു തന്ന സ്വസ്ഥതയിൽ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക. ആ റലത്തിൽ
സ്വസ്ഥതയുടെ റലത്തിൽ നിങ്ങൾ മൂവ് ചെയ്യുക. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു. യേശു ക്രിസ്തുവിൽ കൂടെ സകലതും ദൈവം നിങ്ങൾക്കായിട്ട് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കുമ്പോൾ ആ സ്വസ്ഥത നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അത് സത്യമാണ്. ഇതൊരു എന്താ പറയുന്നേ, ഇതൊരു ഇമാജിനേഷനോ ഒരു തിയറിയോ അല്ല, ഇത് റിയാലിറ്റിയാണ്. കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യം, സകലതും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അതിനെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. കാരണം യേശു നിങ്ങൾക്ക് സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ ആ സൗഖ്യം നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുമ്പോൾ വെളിപ്പെടും. യേശു നിങ്ങൾക്ക് വേണ്ട എന്ത് കാര്യമായിക്കോട്ടെ അത് യേശു ക്രിസ്തുവിനും സകലതും യേശു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സകലതും യേശു ക്രിസ്തു തന്റെ കാൽവറി കുരിശിന്മേൽ പൂർത്തീകരിച്ചു. ഇന്ന് തന്റെ കൃപയാൽ, യേശു ക്രിസ്തുവിന്റെ കൃപയാൽ വിശ്വസിക്കുന്നവരുടെ മേലേക്ക് അത് വ്യാപരിക്കും. കൊലോസ്യർ 2:17 പറഞ്ഞ കാര്യമുണ്ട്, ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഴലായിരുന്നു, പക്ഷെ യേശു ക്രിസ്തുവിലാണ് ഇത് യഥാർത്ഥമായിട്ട് വെളിപ്പെട്ടത്. മറ്റേത് മൊത്തം നിഴലായിരുന്നു. പൂർണ്ണത വരുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ഞാൻ ഒരു വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 6:19-20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതായത് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലിരിക്കും. യേശുവിന്റെ സഭയാകുന്ന ശരീരത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളുണ്ട്. ഞാൻ ഒരു വാക്യമായി വെളിപ്പാട് 6:9, 10, 11. കാരണം ഞാനിത് പറയുമ്പോഴും നിങ്ങൾ എപ്പോഴാണോ രക്ഷിക്കപ്പെട്ടത് ആ സമയത്ത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർക്കപ്പെട്ടു കഴിഞ്ഞു. ആ സമയത്ത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് നിങ്ങൾ ചേർക്കപ്പെട്ടു. ഇതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം, പഴയ നിയമത്തിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. പക്ഷെ ആ ദേവാലയം എന്ന് പറയുന്നത് അത് നിഴലാണ്. എന്നാൽ ഇപ്പോൾ വെളിപ്പെട്ട ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് യേശുവിന്റെ ശരീരമാകും. അപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് പഴയ നിയമത്തിലെ ശബത്തല്ല, യേശു നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്ന ആ ഒരു ശബത്ത് അനുഭവം, അതായത് ആ ഒരു വിശ്രമത്തിന്റെ തലം, റലം ഓഫ് റെസ്റ്റ്, അതാണ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത്. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മന്ദിരമാകുന്ന ആ ദേവാലയമാകുന്ന ശരീരത്തിൽ നിങ്ങൾ ഇരിക്കും. ഈ നോക്കണം, യേശു ക്രിസ്തുവിൽ വന്ന വ്യക്തി ഓൾറെഡി അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഒരു വാക്യം, വെളിപ്പാട് 6-ാം അധ്യായം 9-11 വരെയുള്ള വാക്യം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ തിങ്കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് ഉറക്ക നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇവിടെ പറയുന്നത്, നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടെ വെളിപ്പെടുന്ന ഒരു കാര്യമാണ്. യാഗപീഠത്തിന്റെ അടിയിൽ നിന്ന് ആത്മാക്കള് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ് പറയുന്നത്. പക്ഷെ മലയാളത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് സ്വസ്ഥമായി പാർക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ വായിച്ച വാക്യം സ്വസ്ഥമായി പാർക്കണം. പക്ഷെ നമ്മൾ അതിന്റെ ഇംഗ്ലീഷിലോട്ട് പോവുകയാണ്. ആൻഡ് വൈറ്റ് റോബ്സ് വെർ ഗിവൺ അൺടു എവരി വൺ ഓഫ് ദം ആൻഡ് ഇറ്റ് വാസ് സെഡ് അൺടു ദം ദാറ്റ് ദേ ഷുഡ് റെസ്റ്റ് യെറ്റ് ഫോർ എ ലിറ്റിൽ സീസൺ. ദേ ഷുഡ് റെസ്റ്റ്, അതായത് അവർ ഇപ്പോൾ വിശ്രമത്തിലാണ്. ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിലുള്ള ആത്മാക്കളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. യേശു ക്രിസ്തുവിൽ ആരൊക്കെയുണ്ടോ അവരിപ്പോൾ ഓൾറെഡി ആ വിശ്രമത്തിലേക്ക് കടന്നു കഴിഞ്ഞു.
ഇത് മരണശേഷം ലഭിക്കുന്ന കാര്യമല്ല. യേശുവിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്പിരിറ്റിൽ നമ്മുടെ സ്പിരിറ്റിൽ ആ വിശ്രമം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് പഴയ നിയമത്തിലെ സബത്ത് അനുഭവം അത് അന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുവാണ്. കാരണം യേശു ക്രിസ്തുവിൽ ഇരിക്കുന്ന വ്യക്തി ഓൾറെഡി തന്റെ ആത്മാവിന്, തന്റെ ബോൺ അഗെയിൻ സ്പിരിറ്റിൽ ആ ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഞാനൊരു വാക്യം വായിക്കാം. നമുക്കറിയാം അപ്പോസ്തലന്മാരെ കുറിച്ച്. അപ്പോസ്തലന്മാര് കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഒരു പെന്തക്കോസ് നാൾ വന്നു. അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. അവരുടെ നേച്ചർ ചേഞ്ചായി. അവരിൽ കൂടെ ദൈവത്തിന്റെ ശക്തിയും അടയാളങ്ങളും വെളിപ്പെടാൻ വേണ്ടി തുടങ്ങി. ആ ഒരു തലത്തിൽ അവർ മൂവ് ചെയ്യുവാണ്. പക്ഷെ ഓർത്തോണം, കർത്താവിലേക്ക് വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു സ്വസ്ഥതയുടെ റലം ഓൾറെഡി വെളിപ്പെട്ട് കഴിഞ്ഞു. ഞാൻ അതിലോട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. നോക്കിക്കോണം, പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുവാണ്. 2 ചങ്ങലയാൽ ഓൾറെഡി ബന്ധിക്കപ്പെട്ടവനാണ്. 2 പടയാളികളുണ്ട്. പക്ഷെ പത്രോസിന്റെ ആറ്റിറ്റ്യൂഡ് അതിന്റെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. നോക്കിയേ, ഇവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻ നാളെ ഒരു പക്ഷേ പത്രോസിനെ കൊന്നു കളഞ്ഞെന്ന് വരാം. എന്ത് നെഗറ്റീവ് സംഭവിച്ചെന്ന് വരാം. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റിയ സാഹചര്യമല്ല. നമുക്കറിയാം, നമ്മുടെ പല ആൾക്കാരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അത് വളരെ നിസ്സാരമായ കാര്യമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കിടക്കുന്ന മെത്തയുടെ ഒരു ഭാഗത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്ന വരത്തില്ല. എന്നാൽ ഇവിടെ ബന്ധിക്കപ്പെട്ടവനായിട്ട് കാരാഗ്രഹത്തിൽ, അതുമല്ല പ്രൈവസി പോലുമില്ല, 2 കാവൽക്കാർ കൂടെ നിൽക്കുവാണ്. നാളെ എന്താകുമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ പറയുന്ന കാര്യം, ദൈവത്തിൽ മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മേൽ ഈ സ്വസ്ഥതയുടെ ഒരു ഫലമുണ്ട്. ഈ സ്വസ്ഥതയുടെ ഫലത്തിൽ ഈ വിശ്രമത്തിന്റെ റിയൽ ശബത്ത് അനുഭവത്തിലേക്ക് നിങ്ങൾ സ്പിരിറ്റിൽ പ്രവേശിക്കുമ്പോൾ പുറമേ നടക്കുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള സർക്കംസ്റ്റാൻസസിൽ, ആ ഒരു പരിസ്ഥിതിക്ക് നിങ്ങളെ തൊടാൻ വേണ്ടി പറ്റത്തില്ല. നോർമലി ഒരു മനുഷ്യൻ വിലപിച്ച് കരഞ്ഞ് നിരാശപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരു വ്യക്തി സുഖമായിട്ട് കിടന്നുറങ്ങും. കാരണം അവരുടെ മേൽ യേശു ക്രിസ്തുവിന്റെ സ്വസ്ഥത വെളിപ്പെട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, ഈ സ്വസ്ഥതയിൽ ഒരു സമാധാനം, അവരുടെ മേൽ ഈ സ്വസ്ഥതയും സമാധാനവും വെളിപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. ഈ വാക്യം യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ സ്വസ്ഥത നമുക്ക് കാണിച്ചത് എന്നുള്ളതാണ്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 4:37 തൊട്ട് 39 വരെയുള്ള വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തീരെ തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ല എന്ന് പറഞ്ഞു. നോക്കിക്കോണം, യേശുവിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. വലിയ ചുഴലിക്കാറ്റുണ്ടായി. സാധാരണ കാറ്റല്ല, ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാതെ എങ്ങനെയാണ് അത് അടിക്കുന്നത്. അതിന്റെ ശക്തി ഭയങ്കരമാണ്. ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. ഇവിടെ ചെറിയ രീതി കുറച്ചായിട്ട് വെള്ളം കയറുന്നല്ല പറഞ്ഞത്. ഈ പടകിലോട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ അടിച്ചു കയറാൻ വേണ്ടി തുടങ്ങി. അത് മുങ്ങുമാറായി. പക്ഷെ ഈ പ്രശ്നം എല്ലാം നടക്കുമ്പോഴും അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഒരു ബോട്ടിന്റെ അമരം എന്ന് പറയുന്ന അതിന്റെ കുറച്ച് പൊങ്ങിയ ഭാഗം, അവിടെ തലയണ വെച്ചിട്ട് യേശു ഉറങ്ങുക. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, ഈ വെള്ളപ്പൊക്കമോ ഈ കാറ്റോ യേശുവിന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു വെള്ളം പോലും, ഒരു തരി പോലും മേ ബി യേശുക്രിസ്തുവിനെ ഏശി കാണത്തില്ല. റീസൺ,
യേശു നിൽക്കുന്ന സ്വസ്ഥതയുടെ തലം വേറെയാണ്. അത് ലോകത്തിന്റെ അന്തരീക്ഷം യേശുവിനെ ബാധിക്കത്തില്ല. ബാക്കിയുള്ളവർ ഇപ്പം നശിച്ചു പോകും, ഇപ്പം മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു സുഖമായിട്ട് ഉറങ്ങി കാണിച്ചു കൊടുക്കുക. കാരണം ഇത് ഒരിക്കലും മുങ്ങാൻ വേണ്ടി പോകുന്നില്ല. കാരണം ആ സ്വസ്ഥതയുടെ റലത്തിലാണ് യേശു ചലിക്കുന്നത്. ഇതേ സ്വസ്ഥതയുടെ റലം നിങ്ങളുടെ ഉള്ളിൽ എത്ര പ്രതികൂലമായിക്കോട്ടെ, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ആ റലത്തിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ചുഴലിക്കാറ്റ് വരും, പടകിലോട്ട് വെള്ളം കയറുന്ന പോലെ തോന്നും, പക്ഷെ മുങ്ങത്തില്ല. നിങ്ങളെ അത് തൊടത്തില്ല. അനർത്ഥം നിങ്ങളെ തൊടത്തില്ല. അനർത്ഥം നിങ്ങളെ തൊടത്തില്ല. ലസികു റമഷിഖാരിഥിമോ ലഹറിപു ഷഹറിഥിയ. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കാര്യം, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയോട് കർത്താവിന്റെ ആത്മാവ് പറയും, തൊടത്തില്ല. ഈ ഒരു സാഹചര്യം നിങ്ങളെ തൊടത്തില്ല. കാരണം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ സ്വസ്ഥതയിലാണ്. ഇതൊന്ന് വിശ്വസിച്ച് നോക്കി, നിങ്ങളുടെ സാഹചര്യം മാറും. നിങ്ങളുടെ സാഹചര്യം മാറും. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയെ ഞാൻ ഓപ്പൺ ആക്കും. യേശുവിന്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദാനിയേൽ എന്ന പേരുള്ള വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് മൂവ് ചെയ്യുക. യോറി ഹസിഖാലസ്. നിങ്ങൾക്ക് പ്രശ്നമായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ ഒരു ബാങ്ക്, ദൈവം എന്നെ ഒരു ബാങ്കിന്റെ പേര് കാണിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം എന്നെ HDFC ബാങ്ക് കാണിക്കുവാണ്. അപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പരപ്പനങ്ങാടി എന്നൊരു സ്ഥലം കൂടെ കാണിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാൻ കടത്തെ ക്യാൻസൽ ചെയ്യും, കടത്തെ ഞാൻ ക്യാൻസൽ ചെയ്യും. ഇവർക്ക് വേണ്ടി ദൈവത്തിന്റെ വഴി ഓപ്പൺ ആകട്ടെ. ഒരു സുചിത്രയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ വഴി മൂവ് ചെയ്യും. സുചിത്ര എന്ന വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് മൂവ് ചെയ്യും. നിങ്ങളുടെ സാഹചര്യത്തെ ഞാൻ ക്യാൻസൽ ചെയ്യും. ദൈവത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഒരു വഴിയെ ഞാൻ ഓപ്പൺ ആക്കും. ഒരു ജോൺസിന് വേണ്ടി ദൈവത്തിന്റെ വഴി ഓപ്പൺ ആവും. ഒരു ജോൺസിന് വേണ്ടി ദൈവത്തിന്റെ വഴി ഓപ്പൺ ആവും. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സ്വസ്ഥതയുടെ വില ഓപ്പൺ ആണ്. അവിടെ പിശാചിന് നിങ്ങളെ തൊടാൻ വേണ്ടി പറ്റത്തില്ല. കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, ഈ സ്വസ്ഥതയിൽ ഒരു സമാധാനം വെളിപ്പെടും. സമാധാനം, ഒരാൾ നമ്മളോട് പറയാം സമാധാനമായിട്ട് നിങ്ങൾ ഇരിക്കണം, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ദൈവത്തിൽ നിന്ന് വരുന്ന സമാധാനം ഡിഫറെന്റ് ആണ്. അത് സാഹചര്യ നിമിത്തമല്ല, അത് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് അത് വെളിപ്പെട്ട് വരുന്നത്. ഞാനൊരു വാക്യം വായിക്കാം. ലൂക്കോസ് 6:46 തൊട്ട് 49 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ വചനത്തെ കേട്ട് അതിനെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു വെച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ കാര്യം, നിങ്ങൾ താഴെ പോകത്തില്ല. കാരണം നിങ്ങളുടെ അടിസ്ഥാനം ഈ വചനത്തിലാണ്. നിങ്ങളുടെ അടിസ്ഥാനം, നിങ്ങൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ, ഈ വചനത്തിന്റെ മുകളിലാണ്, വചനം എന്ന പാറയുടെ മുകളിലാണ് ആ വീട് നിൽക്കുന്നത്. ഇനി ഞാൻ പറയാം, വചനമാകുന്ന യേശുക്രിസ്തുവിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉള്ളിലിരിക്കുന്നു. യേശുക്രിസ്തുവാകുന്ന ദേവാലയത്തിന്റെ, യേശുക്രിസ്തുവാകുന്ന മന്ദിരത്തിൽ നിങ്ങൾ ഇരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ഒരു സമാധാനം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. കാരണം കാറ്റടിക്കുന്നുണ്ട്, പ്രശ്നം വരുന്നുണ്ട്, എന്നാലും കുലുങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലൊരു സമാധാനം, ആ സമാധാനം ഇതിൽ കൂടെ നിങ്ങൾക്ക് വെളിപ്പെടും. ഈ സമാധാനവും സ്വസ്ഥതയും രണ്ടും കണക്റ്റഡ് ആണ്. നിങ്ങൾ ദൈവത്തിന്റെ സ്വസ്ഥതയുടെ റവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ സമാധാനവും കൂടെ വെളിപ്പെടും. കാരണം നിങ്ങളെ താഴെ കളയാൻ ആർക്കും പറ്റത്തില്ല.
ആർക്കും പറ്റത്തില്ല, ഇമ്പോസിബിൾ ആണ്. നമുക്കറിയാം ഉൽപ്പത്തി 8:4 ഒരു വാക്യമുണ്ട്. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത് പർവ്വതത്തിൽ ഉറച്ചു. ആ ഒരു പെട്ടകം ഈ ഒരു വെള്ളം പൊങ്ങിയ സമയത്ത് പലയിടത്തായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ച കാര്യം, ഒരു പ്രത്യേക സമയത്ത് ദൈവം വെച്ച ഒരു പർവ്വതത്തിൽ കൊണ്ടേത് അങ്ങ് ഉറച്ചു. ദൈവം നിങ്ങളെ ഇതുപോലെ ഉറപ്പിക്കും. ഇത് സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ, ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഈ ഒരു സ്വസ്ഥത നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ദൈവത്തിന്റെ സമാധാനം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ഇന്ന് ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഈ സ്വസ്ഥത ഓൾറെഡി റിലീസായി കഴിഞ്ഞു. നിങ്ങൾ ആ ഒരു സ്വസ്ഥതയിൽ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്ത അതേ സമയത്ത് പ്രവേശിച്ചു കഴിഞ്ഞു. അത് നിങ്ങളുടെ സ്പിരിറ്റിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിങ്ങൾ ഇരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് കൂടി സ്വർഗത്തിൽ നിങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഒന്നിനും ഒരിക്കലും നിങ്ങളെ തൊടാൻ വേണ്ടി പറ്റത്തില്ല. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്ന വ്യക്തിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു ദോഷവും സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ വചനം. കാരണം നിങ്ങൾ ഈ കർത്താവിൽ വസിച്ചാൽ ദോഷത്തിന് നിങ്ങളെ തൊടാൻ വേണ്ടി പറ്റത്തില്ല. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ സ്വസ്ഥതയുടെ തലം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന സകല വ്യക്തികളുടെ മേൽ ഇത് റിലീസാകാൻ വേണ്ടി പോവാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമം. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം. കർത്താവെ, അങ്ങയുടെ ശക്തി ഇപ്പോൾ മൂവ് ചെയ്യുന്ന കൃപയ്ക്കായിട്ടാണ്. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ മൂവ് ചെയ്യട്ടെ. യേശുവിന്റെ നാമം. കർത്താവെ, അങ്ങയുടെ ശക്തി മൂവ് ചെയ്യുന്ന കൃപയ്ക്കായിരുന്നു ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അവരുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യട്ടെ. ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അൻസുവിന് വേണ്ടി ദൈവത്തിന്റെ ശക്തി റിലീസാകും. യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, വീൽ ചെയറിലിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ കർത്താവ് ഇപ്പോൾ അങ്ങയുടെ ശക്തി മൂവ് ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ ആ ഒരു കിടക്ക വിട്ട് അതിൽ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് വരട്ടെ, എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഒരു രാധാകൃഷ്ണന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്യാൻ വേണ്ടി പോകും. എനിക്കറിയാം നിങ്ങളിത് കാണും. നിങ്ങളിത് കാണുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. അത് നിങ്ങൾ ടെസ്റ്റിഫൈ ചെയ്യണം. അത് നിങ്ങൾ ടെസ്റ്റിഫൈ ചെയ്യണം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമം. ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യും. അത് ഞാൻ റിലീസ് ചെയ്യും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഒരു ദൈവം എന്നെ ഉലഹന്നാൻ എന്നൊരു വേർഡ് പേര് കാണിക്കുവാണ്. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. നിങ്ങൾ ഒരു പ്രവാസിയാണ്. നിങ്ങൾ ഒത്തിരി നാള് വെളിയിലായിട്ട് തിരിച്ച് ഇപ്പോൾ കേരളത്തിൽ വന്നു. നിങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഓപ്പൺ ആക്കുക. യേശുവിന്റെ നാമത്തിൽ. ഒരു ലക്ഷ്മിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേലുള്ള തൈറോയിഡിന്റെ പ്രോബ്ലങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമം ഇപ്പോൾ അത് വിട്ട് മാറിപ്പോകട്ടെ. വിട്ട് മാറിപ്പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ശുഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ കിണറിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മ പറയുന്നു ആ കിണറിൽ വെള്ളം ഉണ്ടാകാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ചെയ്യും. അതിനെ ഞാൻ റിലീസ് ചെയ്യും. എന്നെ കാണുന്ന ഒരു വ്യക്തി ആടിനെ വളർത്തുന്ന വ്യക്തിയെ കാണുന്നത്. ആടിനെ വളർത്തുന്ന വ്യക്തി യേശുവിന്റെ നാമത്തിൽ. ആ വ്യക്തി നിങ്ങളുടെ ആടിന് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കും.
യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യും. ആ വ്യക്തിയുടെ ആഗ്രഹം പോലെ അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കട്ടെ. അവരുടെ കുടുംബത്തിൽ യേശു ക്രിസ്തുവിന്റെ വെളിച്ചം വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വെളിച്ചം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ലഖറഹതി ഒരു ലതികയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹസ്ബൻഡിന് മേൽ വന്നിരിക്കുന്ന ഒരു രോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിന്റെ മേൽ ഒരു റിലീസിനെ ഞാൻ കൽപ്പിക്കുന്നു. റിലീസിനെ ഞാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആസ്റ്റർ മെഡിസിറ്റി അവിടെ നിന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ഇപ്പോൾ തൊടട്ടെ. കർത്താവിന്റെ കരം അപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ഇത് കാണുവാണ്. ദൈവം നിങ്ങളെ തൊടുവാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഒരു വലിയ വഴിയെ ഞാൻ ഓപ്പൺ ആക്കും. ഒരു വലിയ വഴിയെ ഞാൻ ഓപ്പൺ ആക്കും. ലഹറുധീമോ ഷഹറധീ ലഹറിഖോ ഷഹറധീ ഹറഖോ ലഹസിഖാരിഖോ. നിങ്ങളിലൂടെ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ചില വ്യക്തികൾ കർത്താവിനെ അറിയും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിൽക്കുന്ന കോഴഞ്ചേരി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഫെയ്ത്ത് ഹോമുകളെ കാണും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിച്ച് കർത്താവ് ഇത് കേട്ട സകല വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവ് ഇത് ഒത്തിരി വലിയ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ ടെസ്റ്റിമണീസ് കർത്താവ് കണ്ണുകൊണ്ട് കാണത്തക്ക രീതി, അനുഭവിക്കത്തക്ക രീതിയിൽ ഇത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്തു. അതങ്ങ് ചെയ്ത കൃപയ്ക്കായിട്ട് തന്നെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്കത് ഒരു അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കറിയാം പലരും കണ്ട ശേഷം അവർ ഷെയർ ചെയ്യാറില്ല. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെടണമെന്ന്, കർത്താവിനെ അറിയണം നിങ്ങൾ യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതിലൊട്ടും മടി കാണിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അതിന് പ്രതിഫലം ലഭിച്ചിരിക്കും. അതിന്റെ പ്രതിഫലം നിങ്ങൾ ലഭിച്ചിരിക്കും. യേശുവിന്റെ നാമത്തിൽ കൂടെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു.